ഡെയിലി ന്യൂസ് സായാഹ്ന വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് KSFE. ചേച്ചി നമ്മളെ ചാനൽ ഇതുവരെ ജോയിൻ ചെയ്തിട്ടില്ല കേട്ടോ. ഞാൻ പറഞ്ഞതിൽ നീ ജോയിൻ ചെയ്തോ? ചിട്ടിയല്ലേ, സമയാവട്ടെ. ഇത് തന്നെ സമയം. ഇതേ KSFEയുടെ സുവർണ ജൂബിലി ചിട്ടിയ. 50 പവൻ സ്വർണ്ണമാണ് ബമ്പർ സമ്മാനം. പിന്നെ റോയൽ എൻഫീൽഡ് ബുള്ളറ്റ്, ഹോണ്ട ആക്ടിവ, സ്മാർട്ട് ഫോൺസ്, അങ്ങനെ പലതും ഉണ്ട്. KSFE സുവർണ ജൂബിലി ചിട്ടികൾ. ഈ സമയമൊക്കെ അങ്ങ് മാറും, പിന്നെ കാര്യങ്ങളുള്ളതാണ്. നമസ്കാരം, ഞാൻ പ്രവീജ വിനീത്. ഡെയിലി ന്യൂസിന്റെ സായാഹ്ന വാർത്തകളിലേക്ക് സ്വാഗതം. ഇന്ന് ജനുവരി 11 തിങ്കളാഴ്ച. കാർഷിക നിയമ ഭേദഗതി നടപ്പാക്കുന്നത് നിർത്തിവെക്കണമെന്ന് കേന്ദ്ര സർക്കാരിനോട് അഭ്യർത്ഥിച്ച് സുപ്രീംകോടതി. നിയമ ഭേദഗതി തൽക്കാലം നടപ്പാക്കരുതെന്ന് സുപ്രീംകോടതി കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെട്ടു. കേന്ദ്ര സർക്കാർ അതിന് തയ്യാറായില്ലെങ്കിൽ നിയമ ഭേദഗതി സ്റ്റേ ചെയ്യേണ്ടിവരുമെന്നും സുപ്രീംകോടതി പറഞ്ഞു. പല സംസ്ഥാനങ്ങളും എതിർക്കുന്ന നിയമങ്ങളിൽ എന്തു കൂടിയാലോചന നടന്നു എന്നാണ് കോടതി കേന്ദ്ര സർക്കാരിനോട് ചോദിച്ചത്. പറയേണ്ടി വന്നതിൽ ഖേദമുണ്ട്. എങ്കിലും കേന്ദ്ര സർക്കാർ എന്ന നിലയിൽ ഈ പ്രശ്നത്തിന് പരിഹാരം കാണാനുള്ള പ്രാപ്തി നിങ്ങൾക്കില്ല. മതിയായ ചർച്ചകളില്ലാതെ നിങ്ങൾ നിയമങ്ങളുണ്ടാക്കിയതാണ് സമരത്തിൽ കലാശിക്കാനിടയാക്കിയത്. അതുകൊണ്ട് നിങ്ങൾ തന്നെ സമരത്തിന് പരിഹാരം കാണണം. കർഷക നിയമങ്ങൾ തൽക്കാലം നടപ്പാക്കരുതെന്ന് സുപ്രധാന നിർദ്ദേശം നൽകുന്നതിനിടെ അറ്റോർണി ജനറൽ KK വേണുഗോപാലിനോട് ചീഫ് ജസ്റ്റിസ് SA ബോബ്ഡെ പറഞ്ഞ വാക്കുകളാണിവ. 2 ഹെക്ടർ വരെ കൃഷിഭൂമിയുള്ള ഇടത്തരം, ചെറുകിട ഇടത്തരം കൃഷിക്കാർക്ക് വർഷത്തിൽ 6000 രൂപ നൽകുന്ന PM കിസാൻ പദ്ധതിയിൽ നിന്ന് 1364 കോടി രൂപ അനർഹരായവർക്ക് വിതരണം ചെയ്തു. ആദായനികുതി അടയ്ക്കുന്നവരും സാമ്പത്തിക സഹായം അർഹിക്കാത്തവരുമായ 20.48 ലക്ഷം ആളുകൾക്കാണ് സഹായം ലഭിച്ചതെന്ന് വിവരാവകാശ നിയമപ്രകാരം നൽകിയ മറുപടിയിൽ സർക്കാർ തന്നെ വ്യക്തമാക്കി. കാർഷിക നിയമ ഭേദഗതിക്ക് പിന്നാലെ കർഷകരിൽ നിന്ന് നെല്ല് സംഭരിക്കാൻ കരാറുണ്ടാക്കി റിലയൻസ്. കർണാടകത്തിൽ റായ്ചൂരിലെ സിന്ധാനൂരിൽ നിന്നാണ് കർഷകരിൽ നിന്ന് ഫാമേഴ്സ് പ്രൊഡ്യൂസേഴ്സ് കമ്പനി വഴി 1000 ക്വിന്റൽ നെല്ല് സംഭരിക്കാൻ റിലയൻസ് റീറ്റെയിൽ ലിമിറ്റഡ് കരാറുണ്ടാക്കിയത്. കരാറിൽ ഏർപ്പെടുത്തിയ താങ്ങുവിലയിൽ നിന്ന് 82 രൂപ കൂടുതൽ നൽകിയാണ് സംഭരണം. അതേസമയം കർഷകരിൽ നിന്ന് അധിക നിരക്ക് നൽകി നെല്ല് സംഭരിക്കുന്നത് ചൂഷണത്തിന്റെ ആദ്യപടിയാണെന്ന് കർഷക സംഘടനകൾ ആരോപിച്ചു. കൊറോണ വൈറസ് വാക്സിനുകളുടെ ഏറ്റവും വലിയ വിതരണക്കാരാകാനൊരുങ്ങി ഇന്ത്യ. വാക്സിൻ വികസിപ്പിക്കൽ, നിർമ്മാണം, വിതരണം തുടങ്ങിയ മേഖലകളിൽ മുന്നിട്ടു നിൽക്കുന്ന ഇന്ത്യയ്ക്ക് ആഗോളതലത്തിൽ നടക്കുന്ന കൊറോണ വൈറസ് പ്രതിരോധ കുത്തിവയ്പ് യജ്ഞത്തിൽ നിർണായക പങ്ക് വഹിക്കാനാകും. നിരവധി രാജ്യങ്ങളാണ് ഇതിനോടകം തന്നെ ഇന്ത്യയുടെ വാക്സിനുകൾ ആവശ്യപ്പെട്ടിട്ടുള്ളത്. വാളയാർ കേസ് അന്വേഷണം CBIക്ക് വിട്ടു. മുഖ്യമന്ത്രി പിണറായി വിജയനാണ് ഇക്കാര്യത്തിൽ നിർദ്ദേശം നൽകിയത്. മരിച്ച പെൺകുട്ടികളുടെ വീട്ടുകാരുടെ ആവശ്യം അംഗീകരിച്ചാണ് സർക്കാർ നടപടി. പ്രായപൂർത്തിയാകാത്ത ദളിത് പെൺകുട്ടികൾ ലൈംഗികമായി പീഡിപ്പിക്കപ്പെടുകയും ദുരൂഹ സാഹചര്യത്തിൽ മരിക്കുകയും ചെയ്ത കേസിൽ പാലക്കാട് പോക്സോ കോടതി പ്രതികളെ വെറുതെ വിട്ടിരുന്നു. പിന്നീട് ഈ വിധി ഹൈക്കോടതി റദ്ദാക്കുകയും പുനർവിചാരണ നടത്താൻ ഉത്തരവിടുകയും ചെയ്തിരുന്നു. സംസ്ഥാനത്ത് തിയേറ്ററുകൾ തുറക്കാൻ ധാരണയായി. മുഖ്യമന്ത്രിയുമായി പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ പ്രസിഡന്റ് രഞ്ജിത്ത്, ജനറൽ സെക്രട്ടറി ആൻഡോ ജോസഫ്, ഹംസ, ഫിലിം ചേംബർ പ്രസിഡന്റ് വിജയ് കുമാർ, ഫിയോക് ജനറൽ സെക്രട്ടറി ബോബി എന്നിവർ നടത്തിയ കൂടിക്കാഴ്ചയിലാണ് ധാരണയായത്. ഡോളർ കടത്ത് കേസിൽ നിയമസഭാ സ്പീക്കർ P. ശ്രീരാമകൃഷ്ണനെ ഫെബ്രുവരി ആദ്യവാരം ചോദ്യം ചെയ്തേക്കുമെന്ന സൂചന. അസിസ്റ്റന്റ് സോളിസിറ്റർ ജനറൽ കസ്റ്റംസിന് നൽകിയ നിയമോപദേശത്തിൽ സഭാ സമ്മേളനത്തിനിടയിൽ സമൻസ് നൽകുന്നത് ഒഴിവാക്കാൻ നിർദ്ദേശമുണ്ട്. ബജറ്റ് സമ്മേളനം 28-നാണ് അവസാനിക്കുന്നത്. നിയമസഭാ സമ്മേളനം അവസാനിക്കുന്നതിന്റെ തൊട്ടടുത്ത ദിവസം കസ്റ്റംസ് സമൻസ് നൽകുമെന്നാണ് സൂചന. കസ്റ്റംസ് ചട്ടങ്ങൾ പ്രകാരം സ്പീക്കറെ ചോദ്യം ചെയ്യുന്നതിൽ മറ്റ് നിയമ തടസ്സങ്ങളൊന്നുമില്ലെന്നാണ് ASG വ്യക്തമാക്കുന്നത്. കോവിഡ് സാഹചര്യത്തിൽ നിയമസഭാ സമ്മേളനം ജനുവരി 22 വരെയായി വെട്ടിച്ചുരുക്കാൻ തീരുമാനം. നേരത്തെ 28 വരെയാണ് സഭ ചേരാൻ നിശ്ചയിച്ചിരുന്നത്. പ്രതിപക്ഷത്തിന്റെ നോട്ടീസ് അംഗീകരിച്ച് സ്പീക്കറെ നീക്കണമെന്ന പ്രമേയം 21-ന് സഭയിൽ ചർച്ചയ്ക്കെടുക്കാനും കാര്യോപദേശക സമിതി യോഗത്തിൽ തീരുമാനമായി. രാജപ്രതിനിധിയും ആരവങ്ങളുമില്ലാതെ സന്നിധാനത്തേക്ക് നാളെ തിരുവാഭരണ ഘോഷയാത്ര പുറപ്പെടും. ശരണം വിളികളുമായി ആയിരക്കണക്കിന് ഭക്തർ അണിനിരക്കുന്ന പതിവ് കാഴ്ചയും ഇത്തവണയില്ല. പോലീസുകാരടക്കം ഘോഷയാത്രയെ അനുഗമിക്കാനാവുക പരമാവധി 130 പേർക്ക്. എല്ലാവർക്കും കോവിഡ് നെഗറ്റീവ് സർട്ടിഫിക്കറ്റ് നിർബന്ധം. കേരളത്തിന്റെ കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങളിൽ സംതൃപ്തരെന്ന് കേന്ദ്ര സംഘം അറിയിച്ചു. ഇതു സംബന്ധിച്ച് റിപ്പോർട്ട് ഉടൻ കേന്ദ്ര സർക്കാരിന് കൈമാറും. കേരളത്തിൽ കോവിഡ് രോഗികളുടെ എണ്ണം ഉയരുന്നതിൽ അസ്വാഭാവികതയില്ലെന്നും ആവശ്യപ്പെട്ട തോതിൽ വാക്സിൻ കിട്ടുമെന്നാണ് പ്രതീക്ഷയെന്നും ആരോഗ്യമന്ത്രി KK ശൈലജ. ഈ രാക്ഷസ കൊതുകുകൾ
ഇത് എപ്പോൾ എത്ര വരുമെന്ന് ആർക്കറിയാം? അതിനാൽ അവതരിപ്പിക്കുന്നു മാക്സോജീനിയസ് ഓട്ടോമാറ്റിക് മെഷീൻ. ഇത് കൊതുകുകൾ സാധാരണ വരാറുള്ള സമയമനുസരിച്ച് അറ്റാക്ക് അല്ലെങ്കിൽ പ്രൊട്ടക്ട് മോഡിൽ ഓട്ടോമാറ്റിക്കലി ഷിഫ്റ്റ് ആയിക്കൊണ്ടിരിക്കുന്നു. അതായത് ലിക്വിഡ് വേസ്റ്റ് ആകുന്നില്ല. ഇനി ഇടയ്ക്കിടയ്ക്ക് എഴുന്നേറ്റ് നോ മോഡ് ചേഞ്ച്. ഇന്ത്യ വിശ്രമിച്ചോളൂ. മാക്സോജീനിയസ് ഓട്ടോമാറ്റിക് ഇന്റലിജന്റ് പ്രൊട്ടക്ഷൻ. പുതുമുഖങ്ങൾക്കും യുവാക്കൾക്കും പരിഗണന നൽകിയുള്ള തദ്ദേശ മാതൃക CPM നിയമസഭാ തെരഞ്ഞെടുപ്പിലും പരീക്ഷിക്കും. 2 തവണ തുടർച്ചയായി ജയിച്ചവരെ മാറ്റി നിർത്തും. മണ്ഡലത്തിന്റെ പൊതുസ്വഭാവവും നേതാക്കൾ നിർവഹിക്കേണ്ട ചുമതലയും മുൻനിർത്തിയാകും 2 തവണ എന്ന നിബന്ധന നടപ്പാക്കുക. BJP സംസ്ഥാന നേതൃത്വം അവഗണിച്ചെന്ന പരാതി പരിഹരിച്ചില്ലെങ്കിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ശോഭാ സുരേന്ദ്രൻ മത്സരിക്കില്ലെന്ന് സൂചന. ഇപ്പോൾ നിശബ്ദയായിരിക്കുന്ന ശോഭാ സുരേന്ദ്രൻ നേതൃത്വത്തിനെതിരെ പരസ്യമായി രംഗത്തുവരാനും കടുത്ത തീരുമാനമെടുക്കാനും തീരുമാനിച്ചാൽ തെരഞ്ഞെടുപ്പിൽ BJPക്ക് വലിയ പ്രതിസന്ധിയുണ്ടാകും. കേന്ദ്രത്തിന്റെ ഭാഗത്തുനിന്ന് അനുകൂല ഇടപെടലിനായി 10 ദിവസം കൂടി കാത്തിരിക്കുകയാണ് ശോഭയെന്ന് അവരുമായി ബന്ധപ്പെട്ട വൃത്തങ്ങൾ പറഞ്ഞു. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വെൽഫെയർ പാർട്ടിയുമായി സഖ്യമുണ്ടാക്കില്ലെന്ന് KPCC പ്രസിഡന്റ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ താനുമായി ചർച്ച നടത്തിയെന്ന വെൽഫെയർ പാർട്ടിയുടെ വെളിപ്പെടുത്തൽ അദ്ദേഹം തള്ളി. മുസ്ലിം സമൂഹത്തിനെതിരെ താൻ നടത്തിയ പരാമർശത്തിൽ മാപ്പു പറഞ്ഞ് PC ജോർജ്. തന്റെ വാക്കുകൾ സമുദായത്തെ വേദനിപ്പിച്ചെന്ന് മനസ്സിലായെന്നും അതിനാൽ പരസ്യമായി മാപ്പു പറയുകയാണെന്നും അദ്ദേഹം പറഞ്ഞു. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് PC ജോർജ് മുസ്ലിം വിഭാഗത്തിനെതിരെ നടത്തിയ ഫോൺ സംഭാഷണം വിവാദമായിരുന്നു. മുസ്ലിങ്ങൾ തീവ്രവാദികളായി മാറുന്നുവെന്നായിരുന്നു പരാമർശം. പാലാ സീറ്റ് സംബന്ധിച്ച് NCPയിൽ തർക്കം രൂക്ഷമായിരിക്കെ പ്രശ്നപരിഹാരത്തിനായി മുഖ്യമന്ത്രി നേരിട്ട് ഇടപെട്ടിട്ടും പരിഹാരമായില്ല. പാലായിൽ വിട്ടുവീഴ്ചയില്ലെന്ന നിലപാടിൽ മാണി സി കാപ്പനും ഒരു സീറ്റിനു വേണ്ടി കടുംപിടുത്തം വേണ്ടെന്ന് AK ശശീന്ദ്രനും നിലപാടെടുത്തതോടെയാണ് സീറ്റ് സംബന്ധിച്ചുള്ള ചർച്ചയിൽ പരിഹാരം കാണാതെ പോയത്. മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരമായിരുന്നു ഇന്ന് അരമണിക്കൂറോളം ഇരുവരും ചർച്ച നടത്തിയത്. പാലക്കാട് നഗരസഭാ വളപ്പിലെ ഗാന്ധി പ്രതിമയിൽ BJPയുടെ കൊടികെട്ടി. പോലീസ് എത്തി കൊടി നീക്കം ചെയ്തു. ഗാന്ധി പ്രതിമയിൽ പതാക കണ്ടതിനെ തുടർന്ന് നഗരസഭയിൽ കോൺഗ്രസ് കൌൺസിലർമാർ പ്രതിഷേധവുമായി രംഗത്തെത്തി. മഹാത്മാഗാന്ധിയുടെ ഘാതകരുടെ പ്രത്യയശാസ്ത്രത്തെ പ്രചരിപ്പിക്കുന്നതിന്റെ ഭാഗമായി ഹിന്ദു മഹാസഭ ഗോഡ്സെ ലൈബ്രറി സ്ഥാപിച്ചു. ഓൾ ഇന്ത്യ ഹിന്ദു മഹാസഭയുടെ ഗ്വാളിയോറിലെ ഓഫീസിലാണ് വായനശാലയുടെ പ്രവർത്തനം. ഗോഡ്സെയുടെ ജന്മദിനം ആഘോഷിക്കുകയും അദ്ദേഹത്തെ തൂക്കിലേറ്റിയ ദിനം ബലിദാൻ ദിനമായി ആചരിക്കുന്നതിനും പിന്നാലെയാണ് ഹിന്ദു മഹാസഭ അദ്ദേഹത്തിന്റെ പേരിൽ പുതിയ ലൈബ്രറിയും തുറന്നത്. രാഷ്ട്രീയത്തിലേക്കില്ലെന്ന തീരുമാനം തിരുത്തണമെന്ന ആവശ്യവുമായി സമരം നടത്തുന്ന ആരാധകരോട് അഭ്യർത്ഥനയുമായി സ്റ്റൈൽ മന്നൻ രജനീകാന്ത്. രാഷ്ട്രീയത്തിലേക്ക് വരുന്നതിലുള്ള എന്റെ പ്രയാസത്തെക്കുറിച്ച് ഞാൻ നേരത്തെ വിശദീകരിച്ചതാണെന്നും തീരുമാനം മാറ്റണമെന്നാവശ്യപ്പെട്ട് ഇത്തരം പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിച്ച് എന്നെ വീണ്ടും വീണ്ടും വേദനിപ്പിക്കരുതെന്നും രജനീകാന്ത് പ്രസ്താവനയിൽ പറഞ്ഞു. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെതിരെ ഇംപീച്ച്മെന്റ് നടപടികൾ ആരംഭിക്കുമെന്ന് US പ്രതിനിധി സഭാ സ്പീക്കർ നാൻസി പെലോസി. ട്രംപിനെ പുറത്താക്കാനുള്ള നടപടികളുമായി മുന്നോട്ടു പോകുമെന്ന് അവർ വ്യക്തമാക്കി. അമേരിക്കൻ പാർലമെന്റ് മന്ദിരമായ ക്യാപിറ്റോളിൽ ട്രംപ് അനുകൂലികൾ നടത്തിയ കലാപത്തിന്റെ പശ്ചാത്തലത്തിലാണ് നാൻസിയുടെ പ്രതികരണം. ജപ്പാനിൽ കൊറോണ വൈറസിന്റെ പുതിയ വകഭേദം കണ്ടെത്തി. ബ്രസീലിൽ നിന്ന് ജപ്പാനിലെത്തിയ യാത്രക്കാരിലാണ് വൈറസിന്റെ പുതിയ വകഭേദം കണ്ടെത്തിയതെന്ന് ജപ്പാൻ ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു. നേരത്തെ UK, ദക്ഷിണാഫ്രിക്ക എന്നീ രാജ്യങ്ങളിൽ റിപ്പോർട്ട് ചെയ്ത വൈറസ് വകഭേദങ്ങളിൽ നിന്ന് വ്യത്യസ്തമാണ് പുതിയ വകഭേദം. ഓസ്ട്രേലിയക്കെതിരായ 3ാം ക്രിക്കറ്റ് ടെസ്റ്റിൽ സമനില പൊരുതി നേടി ഇന്ത്യ. 5ാം ദിനം ഇന്ത്യയെ പുറത്താക്കി വിജയം ആഘോഷിക്കാൻ ഇറങ്ങിയ ഓസീസ് നിരയ്ക്ക് മുന്നിൽ ചേതേശ്വർ പൂജാര, ഋഷഭ് പന്ത്, ഹനുമാ വിഹാരി, R അശ്വിൻ എന്നിവരിലൂടെ ഇന്ത്യ പ്രതിരോധം തീർക്കുകയായിരുന്നു. 5ാം ദിനം 1 ഓവർ ബാക്കിയുള്ളപ്പോൾ ഇന്ത്യ 5-ന് 334 റൺസ് എന്ന നിലയിൽ നിൽക്കെയാണ് മത്സരം അവസാനിപ്പിക്കാൻ ഇരു ടീമും തീരുമാനിച്ചത്. ഇതോടെ ഒരു മത്സരം ബാക്കി നിൽക്കെ ഇരു ടീമുകളും ഓരോ മത്സരം വീതം ജയിച്ച് പരമ്പരയിൽ സമനില പാലിക്കുകയാണ്. ഇതോടുകൂടി ഇന്നത്തെ ഡെയിലി ന്യൂസ് സായന്ന വാർത്തകൾ സമാപിക്കുന്നു. ഡെയിലി ന്യൂസിനു വേണ്ടി വാർത്തകൾ വായിച്ചത് പ്രവീജ വിനീത്. The Daily News.in വാർത്തകൾ വിരൽ തുമ്പിൽ.